ഏ നീ ഈ രാവിലെ കെട്ടി എഴുന്നള്ളി ബാഗ് കൊടുത്ത് എങ്ങോട്ടാ ഈ പോകുന്നേ? ഞാൻ ഓഫീസിലോട്ട്. ആഹാ കൊള്ളാലോ. അപ്പൊ നീ പോയാല് ഇവിടുത്തെ കാര്യം ആര് നോക്കൂ? ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ കാര്യം ആരാ നോക്കിക്കൊണ്ടിരുന്നത്? അല്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ലാന്ന്. ഓ, അതന്ന് വെറുതെ പറഞ്ഞതാ. അത് നീ കാര്യമായിട്ട് എടുക്കുമൊന്നും വേണ്ട കേട്ടല്ലോ. നീ ജോലിക്കൊന്നും പോകുമൊന്നും വേണ്ട. ജോലിക്ക് പോകണ്ടെന്ന് പറയാൻ നിങ്ങളാണല്ലോ എന്നെ 3-4 ലക്ഷം രൂപ കൊടുത്ത് പഠിപ്പിച്ചത്. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഞാൻ ഇരിക്കാൻ നോക്ക്. ജോലിക്ക് പോകണ്ട പോലും. എന്നെ അമ്മേ വിളിപ്പിച്ചെന്ന് പറഞ്ഞേ? ഇവിടുത്തെ പതിവ് എന്നാന്ന് വെച്ചാൽ എല്ലാവരുടെയും സാലറി വന്നാൽ അവരെൻ്റെ കൈ തരുക പതിവ്. പിന്നെ ഞാൻ അവരുടെ ആവശ്യത്തിന് കൊടുക്കല്. പക്ഷെ എൻ്റെ പതിവ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെക്കുന്നതാ. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്ന നേരത്തെ സുഷ്കാന്തി ഒന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ അത് ഇവിടുത്തെ പതിവ് കൈ വെച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട കേട്ടല്ലോ. എന്തോ എടി മോൾക്ക് അവളുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകുന്നതിൻ്റെ സ്വർണ്ണം ഒന്ന് കൊടുക്കണം കേട്ടോ. അയ്യോ, എൻ്റെ സ്വർണ്ണവേ ചെമ്പ് പോലെ ഇരിക്കുന്നതല്ലേ. അതുമല്ല, എൻ്റെ സ്വർണം കുറഞ്ഞ സ്വർണ്ണമാണ്, പഴയ ഡിസൈനാണ്. ഇതൊക്കെ വെച്ച് എൻ്റെ നാത്തൂരിട്ടിട്ട് പോയി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് സഹിക്കുമോ? അതുകൊണ്ട് എൻ്റെ നാത്തൂനത് ഇടണ്ട കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ ഞാൻ പോയിട്ട് വരട്ടോ. നിന്നെ എവിടെ പോവാ? എങ്ങോട്ടാന്നോ? ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. നീ ഇവിടുത്തെ അച്ഛനോട് അനുവാദം ചോദിച്ചായിരുന്നോ? ഞാൻ നിഖിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഇന്നലെ എങ്ങാണ്ട് പറഞ്ഞായിരുന്നു. നിഖിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. പിന്നെ ഞാനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പെർമിഷൻ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇത് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പറഞ്ഞിട്ട് തന്നെ ഹോസ്റ്റലാണോ? എന്നാൽ പിന്നെ ഒരു സൈൻ ഔട്ട് ബുക്ക് അവിടെ വെക്ക്. ഞാൻ പോകുമ്പോഴും വരുമ്പോഴും സൈൻ ചെയ്ത് അകത്ത് കയറുകയും പുറത്ത് പോവുകയും ചെയ്തോളാം.